നമസ്കാരം. സ്കൂൾ തുറക്കുന്ന സമയമാണ്. കഴിഞ്ഞൊരാഴ്ചയായി ഞാൻ നാട്ടുമ്പുറങ്ങളിൽ കണ്ടൊരു കാഴ്ച, നമ്മുടെ മിക്ക സ്കൂളുകളിലേക്കും കുട്ടികളെ പിടിക്കാൻ അധ്യാപകർ ചാക്കുമായി ഇറങ്ങിയ കാഴ്ച. അത് ഒരു ട്രോള് മാത്രമല്ല, വളരെ സ്വകാര്യമായും പരസ്യമായും കൂട്ടായും ഒറ്റക്കുമൊക്കെ കുട്ടികളെ സ്വന്തം സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ രണ്ട് അപകടമുണ്ട്. അതിപ്പോൾ എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ ഡിവിഷൻ പോകുമ്പോൾ ഒരാളുടെ ജോലി പോകുന്നു എന്ന് മാത്രമല്ല, ഗവൺമെൻറ് സ്കൂളുകളിൽ ഡിവിഷൻ പോയാൽ ഒരു അധ്യാപകർക്ക് പ്രൊട്ടക്ഷനുമായി മറ്റെവിടെയെങ്കിലും പോകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ സ്കൂളുകളിൽ ഡിവിഷൻ നിലനിർത്താനുള്ള വലിയ നെട്ടോട്ടമാണ്. എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകളുടെ പെരുപ്പം വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്നൊക്കെ പേര് പറഞ്ഞിരുന്നു ആദ്യകാലത്തെങ്കിലും ഇപ്പോൾ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളുടെ വളർച്ചയെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കുട്ടികളെ പിടിക്കാൻ നടക്കുന്ന അധ്യാപകർ ഒരു കൗതുകം നിറഞ്ഞ കാഴ്ച തന്നെയാണ് ഈ ഒരു ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, മെയ് മാസം ഒടുവിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും. പക്ഷേ ഇപ്പോൾ അതിന് സമാനമായൊരു കാഴ്ച നമ്മുടെ വോട്ടർമാരെ പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറങ്ങിയത് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെങ്കിലും എന്താണ് സംഭവിക്കുന്നത്? പണ്ടേ നമ്മൾ കേട്ടതാണ്, പുതിയ തലമുറക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, രാഷ്ട്രീയത്തിൻ്റെ കോലാഹലങ്ങളിൽ താല്പര്യമില്ല, രാഷ്ട്രീയത്തിൻ്റെ സംവാദങ്ങളിൽ താല്പര്യമില്ല, രാഷ്ട്രീയ പൊതുയോഗങ്ങൾക്ക് അവർ വരുന്നില്ല, നേതാക്കന്മാരുടെ മക്കളൊന്നും രാഷ്ട്രീയ പാർട്ടികളിലില്ല, രക്ഷിതാക്കളുടെ പാർട്ടിയോട് തന്നെ അവർക്ക് വിയോജിപ്പാണ്, അവരോടെന്നും വീട്ടിൽ കലഹമാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നതാണ്. അതേസമയത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നമ്മുടെ പുതിയ തലമുറ രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തകന്മാരല്ല, രാഷ്ട്രീയ വിശ്വാസികളല്ല എന്ന് മാത്രമല്ല, പുതിയ തലമുറയിൽ വലിയൊരു പ്രവണത വോട്ട് ചെയ്യാൻ പോലും അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മുടെ പുതിയ ജനറേഷനെ, ഒന്നാമത് പുതിയ തലമുറ കന്നി വോട്ടർമാരെ ചേർക്കാനൊക്കെ ഇടക്കാലത്ത് നമ്മൾ കുറച്ചു കാലം മുമ്പൊക്കെ വലിയ ആവേശമായിരുന്നു. കന്നി വോട്ട് മാത്രമല്ല, കന്നി വോട്ടർമാരാണ് ആദ്യം വന്ന് ക്യൂ നിൽക്കുക. അവർക്ക് കൗതുകമുണ്ട്. കന്നി വോട്ടർമാരെ ചേർത്ത് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ കാലത്തേക്കെങ്കിലും മറക്കാതെ വോട്ട് ചെയ്യുമായിരുന്നു അവർ. ആ പ്രവണതയൊക്കെ പോയിട്ട് പുതിയ തലമുറക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണമെന്നില്ല, വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ല എന്ന് പറയുന്നത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഓഫീസറാണ് രത്തൻ യു കേൽക്കർ. വളരെ പ്രധാനപ്പെട്ട, അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ 24-നാണ്, കഴിഞ്ഞ കൊല്ലം ഒടുവിലാണ് അദ്ദേഹം ചാർജ് എടുത്തത്. അദ്ദേഹം ചാർജ് എടുത്തിട്ട് ഇപ്പോൾ 5-6 മാസം ആകുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം വന്ന ഉടനെ കണ്ടെത്തിയ ഒരു കാര്യം, ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം പുതിയ തലമുറ വോട്ടിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനോ വോട്ട് ചെയ്യാനോ പുതിയ ജനറേഷൻ താല്പര്യം കാണിക്കുന്നില്ല. അദ്ദേഹം കണ്ടെത്തിയ ഒരു വിവരം, 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള, അതാണല്ലോ കന്നി വോട്ടർമാർ എന്ന് പറഞ്ഞാൽ, 18 വയസ്സിൽ വോട്ട് ചേർത്തിട്ട് 30 വയസ്സിന് താഴെയുള്ളവർക്ക്, അതിന് മീതെയുള്ളവർക്കൊക്കെ വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അവർ പതിവ് പോലെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. ഈ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള പുതിയ തലമുറയാണ് വോട്ട് ചെയ്യാൻ വരാത്തത്. അതൊരു വലിയ കൗതുകത്തോടെ അദ്ദേഹം കാണുന്നുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം വെറുതെ അവസാനിപ്പിച്ചില്ല. അദ്ദേഹം അത് സംസാരിച്ചു, പലയിടത്തും അദ്ദേഹം സംസാരിച്ചു. അതിനുവേണ്ടി അദ്ദേഹം യോഗം വിളിച്ചു. അദ്ദേഹം ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഈ യൂത്ത് വോട്ടർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇലക്ട്രൽ അവയർനെസ് സർവേ നടത്താൻ തീരുമാനിച്ചു അദ്ദേഹം. യൂത്ത് വോട്ടർ പാർട്ടിസിപ്പേഷൻ, വോട്ടേഴ്സിൽ വോട്ട് ചെയ്യുന്നതിൽ യുവാക്കളുടെ പങ്കാളിത്തം, ആൻഡ് ഇലക്ട്രൽ അവയർനെസ് സർവേ, തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ സർവേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം. ആ സർവേക്ക് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആദ്യം അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചോദ്യാവലിയാണ്. ആ ചോദ്യാവലി 50,000 പേരിൽ നിന്ന് വിവരം ശേഖരിക്കാൻ, 50,000 പേർക്ക് അയച്ചു കൊടുക്കാൻ, അതും ഈ 18-നും 30-നും വയസ്സിനിടയിലുള്ള പുതിയ ചെറുപ്പക്കാർക്ക് 50,000 പേരെ കണ്ടെത്തിയിട്ട് എന്താണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത്, പുതിയ തലമുറ എന്തുകൊണ്ടാണ് വോട്ടെടുപ്പിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നത് എന്നറിയാൻ 50,000 പേരോട് ചോദിക്കാനാണ് തീരുമാനം. 3.5 മാസം സമയമുണ്ട്. ഏപ്രിൽ 15-ന് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 15-ന് തുടങ്ങി ജൂലൈ മാസം 30 വരെ സമയമുണ്ട്. അപ്പോൾ ഏപ്രിൽ 15-ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 7,000 പേര് വോട്ട് ചെയ്തു. 7,000 പേര് അതിനകത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യാവലിക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട് 7,000 പേർക്ക്. ഇനി 50,000 എത്തണമെങ്കിൽ 43,000 പേര് വേണം. ആലോചിച്ച് നോക്കൂ. ഇനി 2 മാസം കൂടിയുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, വെറും ഒരു സർവേ മാത്രമല്ല, ഈ സർവേയോടൊപ്പം വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അതിനുവേണ്ടിയുള്ള പ്രത്യേക സംവാദങ്ങൾ, അതിനുവേണ്ടിയുള്ള സെമിനാറുകൾ, ചർച്ചകൾ,
മാത്രമല്ല കോളേജ് ക്യാമ്പസുകൾ തോറും, ക്യാമ്പസിൽ മാത്രമല്ല ഹൈസ്കൂൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് വോട്ടവകാശമുണ്ട്. ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ കോളേജ് ക്യാമ്പസുകൾ, അതുപോലെ തന്നെ ഈ എയ്ഡഡ് അല്ലാത്ത സ്വാശ്രയ കോളേജുകൾ, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ തന്നെ ഇദ്ദേഹം ഇത്തരം ചർച്ചകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അതിന് അദ്ദേഹം മാത്രമല്ല എല്ലാ ഇടങ്ങളിലും പണ്ടേ ഉള്ള ഒരു ചെറിയ സംവിധാനമുണ്ട്. പണ്ട് ചില നാട്ടിൻപുറത്തൊക്കെ ചില പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എലക്ഷൻ ലിറ്ററസി ക്ലബ്ബ് എന്ന് പറയും. ഈ തെരഞ്ഞെടുപ്പ് സാക്ഷരതാ ക്ലബ്ബുകൾ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ആളുകളെ ബോധവൽക്കരിക്കാനും ഈ വോട്ടർമാരെ ചേർക്കാനും ഒക്കെയുള്ള ക്ലബ്ബുകൾ, അതിനുവേണ്ടി മാത്രമുള്ള സന്നദ്ധ സംഘടനകൾ, അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അത് പ്രവർത്തനം നിലച്ചു പോയത് വീണ്ടും അത് നവീകരിക്കുകയും അത് പുനരുജ്ജീവിപ്പിക്കുകയും ഇല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ ഈ ELCകൾ, എലക്ഷൻ ലിറ്ററസി ക്ലബ്ബുകൾ സ്ഥാപിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കന്നി വോട്ടർമാരെ ചേർക്കുന്നതിൽ ഈ ക്ലബ്ബുകൾ തമ്മിലൊരു മത്സരം പോലെ സംഘടിപ്പിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാരെ ചേർത്തുകൊണ്ട് ഓരോ ജില്ലാ തലത്തിലും അദ്ദേഹം മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിക്കുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും വോട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾക്ക് കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനയിലെ വോട്ട് മാത്രമല്ല, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ വോട്ട് മാത്രമല്ല, രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക ശക്തിയാണ് അവർ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും യോഗം വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റെസിഡൻസ് അസോസിയേഷനുകളെ യോഗം വിളിച്ചിട്ട് ഓരോ പ്രദേശത്തും ആരെങ്കിലും വോട്ടർ പട്ടികയിൽ ചേർക്കാത്തവരുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ വോട്ട് ചെയ്യാൻ പോവാതിരിക്കുന്നുണ്ടോ, എന്തായിരിക്കും അവരുടെ വിമുഖതയ്ക്ക് കാരണം, ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വോട്ടർമാരെ ചാക്കിട്ട് പിടിക്കാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രംഗത്ത്. ചാക്കിട്ട് പിടിക്കുക എന്ന് പറയുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, ജനാധിപത്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി വോട്ടർമാരെ നിർബന്ധപൂർവ്വം ചേർക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. പണ്ടത്തെ അവസ്ഥയല്ല. രാഷ്ട്രീയക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവർ പറഞ്ഞു എന്ന കാരണം കൊണ്ട് എന്നാൽ പിന്നെ ഞാൻ ചേരുന്നില്ല, എനിക്ക് വോട്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയാണ് പുതിയ തലമുറക്കുള്ളത്. ഈ ക്യാമ്പയിനകത്ത് ചില പ്രത്യേക മേഖലയ്ക്ക് അഞ്ച് വിഭാഗത്തിന് പ്രത്യേക ഊന്നൽ കൊടുക്കുമെന്ന് ഇലക്ഷൻ ഓഫീസർ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് വേണ്ടതുമാണ്. അത് എല്ലാ കാലത്തും കൊടുക്കുന്ന മുൻഗണനയുമാണ്. ട്രൈബൽ ഗ്രൂപ്പ്സിന്, നമ്മുടെ പട്ടികവർഗ, ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, പട്ടികജാതിക്കാർക്ക് മുൻഗണന കൊടുക്കണം, ഭിന്നശേഷിക്കാർക്ക് മുൻഗണന കൊടുക്കണം, സീനിയർ സിറ്റിസൻസിന്, വയോജനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. പ്രത്യേകിച്ച് 85 വയസ്സിന് മീതെയുള്ള വയോജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്നത് ട്രാൻസ്ജെൻഡേഴ്സാണ്. ട്രാൻസ്ജെൻഡേഴ്സ് പല കാരണങ്ങളാൽ വോട്ട് ചെയ്യാൻ വരുന്നില്ല. അവരെ നിർബന്ധമായിട്ടും വോട്ട് ചെയ്യിക്കണം. ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ പോലും 9 ട്രാൻസ്ജെൻഡേഴ്സിന് വോട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഊന്നൽ കൊടുക്കണം. ഇപ്പോൾ ഊന്നൽ കൊടുക്കേണ്ട മേഖല തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷെ അവർക്ക് വേണ്ടിയല്ല ഈ ക്യാമ്പയിൻ ഊന്നലൊന്നും ആവശ്യമില്ലാത്ത, നല്ല ബോധമുള്ള, നല്ല നിലവാരമുള്ള, നല്ല സൗകര്യങ്ങളോടെ ജീവിക്കുന്ന പുതിയ തലമുറക്കാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന പുതിയ തലമുറക്കാണ്. ന്യൂജൻ എന്ന് വിളിക്കുന്ന തലമുറക്കാണ്. നല്ല വൈബിൽ ജീവിക്കുന്നവർക്ക് എന്തുകൊണ്ടോ വോട്ടിങ്ങിനോട് താല്പര്യം കുറവാണ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ മാത്രം ഉത്കണ്ഠയല്ല, ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ തന്നെ ഉത്കണ്ഠയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഉത്കണ്ഠയിലേക്ക് ഇലക്ഷൻ കമ്മീഷനോട് സഹകരിക്കുകയും അത് ബോധ്യപ്പെടുത്താൻ, ഇനി പുതിയ തലമുറക്ക് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളോട് വിയോജിപ്പാണെങ്കിൽ നോട്ട എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, എങ്കിൽ പോലും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുക എന്നത് ജനാധിപത്യ ബോധമുള്ള ഏതൊരു പൗരൻ്റെയും കടമയാണ് എന്ന ബോധ്യം നമ്മുടെ നാട്ടിൻപുറത്ത് എത്തിക്കാൻ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സാഹസം നമ്മെ പ്രേരിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.